ടുഡേയ്സ് എപ്പിസോഡ് 7 ഓഫ് മിസ്റ്റർ ബോസ്. അപ്പോൾ ഇപ്പം തന്നെ കുറേ പേര് സ്കിപ്പ് അടിച്ചിട്ട് പോയിട്ടുണ്ടാവില്ലേ? സ്കിപ്പ് അടിക്കാൻ വരട്ടെ, ഇന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യുകയാണ്. ഗിവ് അവേ എന്ന് വെച്ചാൽ ഒരു ബിഗ് ഗിവ് അവേ തന്നെയാണെന്ന് പറയാം. അതായത് ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് 1 വീക്കിനുള്ളിൽ എനിക്ക് 1000 ഓർ 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടണം. 500 സബ്സ്ക്രൈബേഴ്സ് ആണ് കിട്ടണമെങ്കിൽ നമ്മൾ 2 പേർക്കായിരിക്കും ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. 1000 ആണ് കിട്ടണമെങ്കിൽ നമ്മൾ 4 പേർക്കായിരിക്കും ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. അപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മൾ എന്താണ് ഗിവ് അവേയുടെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതായിരിക്കും. പിന്നെ ഇതിൽ വേറെ കുറച്ച് റൂൾസും കൂടെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം, എല്ലാ വീഡിയോയ്ക്കും ലൈക്കും ചെയ്തിരിക്കണം. പിന്നെ എന്താണ് 5 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കമൻറ്റ് വഴിയായിരിക്കും എന്താണ് നമ്മളെ ഗിവ് അവയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്ക് ഷെയറൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഗിവ് അവയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുക. ചിലപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളാണെങ്കിലോ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പെൻസിലിൽ നിന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. അതായത് ഇത് DIY അല്ല, ഞാനൊരു ഐഡിയ ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ സ്റ്റിക്കർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചുറ്റുന്ന സെലോ ടേപ്പ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, കളർ പേപ്പർ ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ചിട്ട് ചുറ്റിയാൽ മതി. കളർ പേപ്പർ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് A4 ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിസൈൻ ചെയ്തെടുത്താലും മതിയാവും. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്കർ അങ്ങ് മേളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട, ഗിവ് അവേ മറക്കണ്ട, ഒന്നും മറക്കണ്ട. അപ്പോൾ ഞാൻ പേപ്പറിൽ എഴുതി നോക്കിയപ്പോൾ നല്ലപോലെ വർക്കാവുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കട്ടറൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. അതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ അതിന് എത്ര മാർക്ക് വരുമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഗിവ് അവേ മറന്നവർ അത് മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നീട് വരാം. ബൈ ബൈ.